പൂരത്തിനും വരും, ഓണത്തിനും വരും, വിഷുവിനും വരും, എല്ലാത്തിനും വരും. അതെ അതെ. ഇപ്രാവശ്യം ഇലക്ഷനും കൂടിയുണ്ട്. ഇലക്ഷന് മെയിനായിട്ട് അപ്പോൾ പൂരവും വിഷു കൂടിയായി മൂന്നും കൂടി അങ്ങനെ കൂടി പോവാന്ന് വെച്ച് പോകുന്നത്. അംഗവും കാണാം, താളിയും ഓടിക്കാമെന്ന വൈബിലാണ് തൃശ്ശൂരിലെ പ്രവാസികൾ ഇത്തവണ. നാട്ടിലെത്തിയാൽ വോട്ടും ചെയ്യാം, പൂരവും കാണാം. ഒരു ഡബിൾ ധമാക്ക പരിപാടി. വിദേശത്ത് ദുബായിലാണ്. ഇപ്രാവശ്യം പൂരം ഇലക്ഷനും രണ്ടും കൂടി കൂടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. രണ്ടും കൂടി കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകും. ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത്. എല്ലാ കൊല്ലവും നമ്മൾ പൂരത്തിന് എത്തുന്നതാണ്. ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒപ്പം നമ്മുടെ ഇലക്ഷൻ പൂരവും കൂടിയും കൊണ്ടാടാനായിട്ട് വന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ ഡേറ്റിന് മുമ്പ് പോകേണ്ടതാണ്, പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി പോകുന്നുള്ളൂ. ഞാൻ കുവൈത്തിൽ പൂരത്തിന് ഏത് സമയത്തും വരുന്നതാണ്. അപ്പോൾ ഇത്തവണ ഇലക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് അതൊരു പൂരമായിട്ട് അങ്ങോട്ട് എടുത്ത് അതും കൂടി കൂടിയിട്ടേ പോകുള്ളൂ, അതും കൂടി കഴിഞ്ഞിട്ടേ പോകുള്ളൂ. രണ്ടും ഒരുമിച്ച് കിട്ടിയത് വളരെ സന്തോഷമായി. ഇല്ല, എല്ലാ വർഷവും ഇല്ല. ഇപ്പം നമ്മളെന്തായാലും ഇപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഇത്തവണ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഇലക്ഷൻ ഇതൊരു പൂരം തന്നെയാണ്. ബോംബെയിലാണ് ഇലക്ഷൻ്റെ, തീർച്ചയായും ഇലക്ഷനുണ്ട്. പൂരത്തിനും വരും, ഓണത്തിനും വരും, വിഷുവിനും വരും, എല്ലാത്തിനും വരും. അതെ അതെ. ഇപ്രാവശ്യം ഇലക്ഷനും കൂടിയുണ്ട്, വോട്ടും ചെയ്തിട്ടേ പോവുള്ളൂ. ഇലക്ഷന് മെയിനായിട്ട് അപ്പോൾ പൂരവും വിഷു കൂടിയായി മൂന്നും കൂടി അങ്ങനെ കൂടി പോവാന്ന് വെച്ച് പോകുന്നത്. ഇലക്ഷനാണ് മെയിൻ. വിദേശ UAE, എമിറേറ്റ്സ്. അതെ അതെ, വോട്ട് ചെയ്യാനായിട്ട്. അതെ അതെ, വോട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കുറച്ച് വൈകിപ്പോയതിൻ്റെ പേരിൽ നമുക്ക് ആ ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ എടുത്തു. ഈ സമയത്ത് ടിക്കറ്റൊക്കെ പീക്ക് റേറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പെട്ടെന്നാണ് ഒരാഴ്ചക്കുള്ളിലാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. ജസ്റ്റ് ഒരു വീക്കിന് നമുക്ക് മിസ്സായി പോയതാണ്. അല്ലെങ്കിൽ നമ്മൾ 3-4 പേര് വോട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. ഈ തവണത്തെ ഇലക്ഷൻ എങ്ങനെയും വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം കണക്കിലെടുത്ത് നമുക്ക് ടിക്കറ്റ് പിന്നെ ഇപ്പോൾ 3-4 ടിക്കറ്റ് മാറ്റേണ്ടി വരും, റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് അഫോർഡബിൾ ആവില്ലാത്തതുകൊണ്ട് പിന്നെ മിസ്സാവുകയാണ്. പൂരം കഴിഞ്ഞ് വോട്ടും കൂടെ ചെയ്തിട്ട് പോകണം. അത് പ്ലാൻ ചെയ്ത് പോകുന്നില്ല, വോട്ടും കൂടെ ചെയ്യണം.